വിക്രമാദിത്യ കഥകൾ ഭാഗം 56. 30-ാം സാലഭഞ്ജിക പറഞ്ഞ കഥ. ഉദയവർമ്മൻ. അടുത്ത ദിവസം വിക്രമാദിത്യൻ കാടാറുമാസ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തെ മറ്റൊരു കഥ പറയാൻ ആരംഭിച്ചു. അദ്ദേഹം വിശാലമായ ഒരു മൈതാനത്തിലെത്തി. അതിൻ്റെ മധ്യത്തിൽ ഒരു ചിത ആളിക്കത്തുന്നുണ്ടായിരുന്നു. ആ നാട്ടിലെ രാജാവായ ഉദയവർമ്മൻ സർപ്പദംശനമേറ്റ് മൃതിയടഞ്ഞുവെന്നും അദ്ദേഹത്തിൻ്റെ ജഡമാണ് ദഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വിക്രമാദിത്യൻ ചില വഴിപോക്കരിൽ നിന്നും കേട്ടറിഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ഉദയവർമ്മ രാജാവിൻ്റെ യുവതിയും സുന്ദരിയുമായ പത്നി വിരഹത്താൽ മനം നൊന്ത് കരഞ്ഞുകൊണ്ട് അവിടെ ഓടിയെത്തി. അവൾ ആ ചിതയിൽ ചാടി ഭർത്താവിനോടൊപ്പം മരിക്കാനൊരുങ്ങിയപ്പോൾ വിക്രമാദിത്യൻ അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ആശ്വാസവചനങ്ങൾ ഉതിർത്തു. ഹേ സുന്ദരി രത്നമേ, നീ എന്തിനാണ് സാഹസത്തിനൊരുങ്ങുന്നത്? ഭർത്താവ് ഏതായാലും മരിച്ചുപോയല്ലോ. അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ഫലമില്ല. മരണം എല്ലാവർക്കും സംഭവിക്കുന്നതാണല്ലോ. ആത്മഹത്യ ചെയ്യുന്നതാകട്ടെ പാപവുമാണ്. ഈ അനുനയ വചസ്സുകളൊന്നും രാജഭക്തിയെ ശാന്തചിത്തയാക്കിയില്ല. അവളുടെ മനസ്സിൽ തീരാ ദുഃഖങ്ങളുടെ അലകടൽ ഇരമ്പുകയാണ്. അവൾ മരിക്കാനുറച്ച് തീയുടെ അരികിലേക്ക് പാഞ്ഞു. അവളുടെ ഭർത്തൃഭക്തിയും അപാരമായ സ്നേഹവായ്പും കണ്ട് വിക്രമാദിത്യൻ പ്രസാദഭരിതനാവുകയും ഭദ്രാദേവിയെ സ്മരിച്ച് ഉദയവർമ്മനെ ജീവിപ്പിക്കുകയും ചെയ്തു. രാജദമ്പതികൾ വിക്രമാദിത്യനോട് നന്ദി പറഞ്ഞ് സ്വഗൃഹത്തിലേക്ക് തിരിച്ച് സുഖകരമായ ജീവിതം തുടർന്നു. കഥ തീർത്ത് സാലഭഞ്ജിക ചോദിച്ചു, ഭോജരാജാവേ, ഇത്രയും മഹാനായ ഒരു ചക്രവർത്തിയുടെ സിംഹാസനമാണോ നിങ്ങൾ കാംക്ഷിക്കുന്നത്? ഭോജരാജാവ് മിണ്ടിയില്ല. ഇപ്പോഴും അദ്ദേഹത്തിന് ഉത്തരമില്ലായിരുന്നു. 31-ാം സാലഭഞ്ജിക പറഞ്ഞ കഥ. പാഞ്ചാല കുമാരി. കാടാറുമാസ സഞ്ചാരത്തിനിടയിൽ വിക്രമാദിത്യൻ ഒരു തവണ പാഞ്ചാല രാജധാനിയിലെത്തി. രാജകൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ഒരു വലിയ ചെമ്പിൽ നെയ്യ് തിളപ്പിച്ചു വെച്ചിരുന്നു. അതിൻ്റെ ആവശ്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അറിയാനിടയായത് ഒരു അത്ഭുത കാര്യമാണ്. അവിടുത്തെ രാജകുമാരിക്ക് പ്രായപൂർത്തിയായിരിക്കുന്നു. അവളെ വിവാഹം കഴിക്കാൻ പല രാജകുമാരന്മാരും തയ്യാറായി വന്നിരിക്കുന്നുവെങ്കിലും എല്ലാം കൊണ്ടും അനുരൂപനായ ഒരാളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് ഒരു പരീക്ഷ നടത്തുകയാണ്. തിളച്ചു മറിയുന്ന നെയ്യിൽ ചാടിയിട്ട് മരിക്കാതെ പുറത്തു വരുന്ന ആളെ അവൾ വിവാഹം കഴിക്കും. വിക്രമാദിത്യൻ തൽക്ഷണം ഭദ്രാദേവിയെ മനസ്സിൽ ധ്യാനിച്ച് നെയ്യിൽ ചാടുകയും യാതൊരാപത്തും പറ്റാതെ പുറത്തു വരികയും ചെയ്തു. പാഞ്ചാല രാജാവ് താമസിയാതെ സ്വന്തം പുത്രിയെ വിക്രമാദിത്യന് വിവാഹം ചെയ്തു കൊടുത്തു. സാലഭഞ്ജിക ഭോജരാജാവിനോട് ചോദിച്ചു, ശക്തനും സാഹസികനുമായ ഞങ്ങളുടെ ചക്രവർത്തിയുടെ സിംഹാസനം നിങ്ങൾ സ്വപ്നം കാണുന്നത് ന്യായമെന്ന് തോന്നുന്നുണ്ടോ? ഭോജരാജാവ് ഒന്നും ഉരിയാടിയില്ല. മൂകത പാലിച്ചതേയുള്ളൂ. 32-ാം സാലഭഞ്ജിക പറഞ്ഞ കഥ. വിക്രമാദിത്യൻ്റെ നിര്യാണം. 32-ാം ദിവസം പ്രഭാതത്തിൽ ഭോജരാജാവ് പതിവ് പോലെയുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സിംഹാസനാരോഹണത്തിന് മുതിർന്നു. ഉടനെ അവസാനത്തെ സാലഭഞ്ജിക അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഹേ ഭോജരാജാവേ, ഞങ്ങളുടെ സ്വാമിയായിരുന്ന വിക്രമാദിത്യനെ കുറിച്ച് എനിക്ക് മുമ്പുണ്ടായിരുന്ന 31 സാലഭഞ്ജികകൾ പറഞ്ഞ കഥകളും കേൾക്കുകയുണ്ടായല്ലോ. ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അവൾ കഥ പറയാൻ ആരംഭിച്ചു. സാത്വികനും പണ്ഡിതനുമായ ഒരു ബ്രാഹ്മണൻ ഒരു ബാലികയെ വിവാഹം കഴിച്ചു. അവൾക്ക് 12-ാം കൊല്ലം ആദ്യത്തെ ശുഭലഗ്നത്തിൽ മഹാവീരനായ ഒരു പുത്രൻ ജനിക്കുമെന്ന് ഗണിച്ചറിഞ്ഞ ബ്രാഹ്മണൻ ദേശസഞ്ചാരത്തിന് പുറപ്പെട്ടു. 12 വർഷങ്ങൾക്ക് ശേഷം അയാൾ മടങ്ങിയെത്തി. സ്വപത്നി താമസിക്കുന്ന നഗരത്തിലെത്താൻ ഒരു നദി കടക്കേണ്ടതുണ്ടായിരുന്നു. നദിയിൽ വെള്ളം പൊങ്ങിയിരുന്നതിനാൽ കടത്തുകാരും തോണി ഇറക്കിയില്ല. അന്ന് രാത്രിയാണ് ഉദ്ദിഷ്ട ശുഭലഗ്നം. 12 കൊല്ലം കാത്തിരുന്നത് സമാഗതമായ ആ സുവർണ സന്ദർഭം തെറ്റിപ്പോകുന്നതിൽ ബ്രാഹ്മണന് കണക്കിലേറെ കുണ്ഠിതമുണ്ടായിരുന്നു. പക്ഷേ അക്കരയ്ക്ക് കടക്കാൻ യാതൊരു നിർവാഹവുമില്ല. അയാൾ അസ്വസ്ഥനായി നദീതീരത്തിലൂടെ അങ്ങുമിങ്ങും നടക്കുവാൻ തുടങ്ങി. അവിടെ താമസിച്ചിരുന്ന ഒരു കുശവൻ ബ്രാഹ്മണന്റെ വെപ്രാളം കണ്ട് അയാൾക്ക് എന്തെങ്കിലും രോഗം ബാധിച്ചിരിക്കാമെന്ന് ശങ്കിച്ച് അടുത്തു ചെന്നു. ബ്രാഹ്മണനോട് പലവട്ടം ചോദിച്ചപ്പോൾ അയാൾ കാര്യം വളച്ചുകെട്ടാതെ തുറന്നു പറഞ്ഞു.
അടുത്ത മുഹൂർത്തത്തിൽ ബ്രാഹ്മണനുണ്ടാകുന്ന ശിശുവിന് രാജയോഗമുണ്ടെന്നും അവൻ മറ്റു രാജാക്കന്മാരെയെല്ലാം അടക്കി വാഴുമെന്നും കേട്ടപ്പോൾ കുശവൻ കുറേ നേരം ചിന്താധീനനായി നിലകൊണ്ടു. അവനും പ്രായപൂർത്തിയായ ഒരു പുത്രിയുണ്ട്. അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ബ്രാഹ്മണൻ തൻ്റെ മകളെ വിവാഹം ചെയ്യുകയാണെങ്കിൽ ആ മഹാഭാഗ്യത്തിൻ്റെ ഫലം തങ്ങൾക്ക് കിട്ടുമല്ലോ എന്നോർത്ത് അവൻ പറഞ്ഞു, മഹാത്മാവേ, അങ്ങയുടെ മനപ്രയാസം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ പാതിരാത്രിയിൽ അലറിപ്പായുന്ന നദി കടക്കാൻ മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി അക്കരെ എത്താൻ നിവർത്തിയില്ല. അങ്ങ് ദയവ് ചെയ്ത് എൻ്റെ പുത്രിയെ വേട്ടാലും. കുശവന്റെ നിർദ്ദേശം ബ്രാഹ്മണന് സ്വീകാര്യമായി തോന്നി. എന്തായാലും ഇന്ന് രാത്രി സ്വഗ്രഹത്തിലെത്താൻ സാധ്യമല്ലെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് കുശവകുമാരിയെ വേട്ടാൽ അവളിൽ തനിക്ക് സർവഗുണ സമ്പൂജ്യനായ ഒരു പുത്രൻ ജനിക്കുമെന്ന് തീർച്ചയാണ്. അയാൾ ആ കുശവനോടൊത്ത് അവൻ്റെ വീട്ടിലേക്ക് പോയി. കുശവൻ അയാളെ സൽക്കരിക്കുകയും യൗവനയുക്തിയായ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ബ്രാഹ്മണൻ കുറേ നാൾ അവിടെ സസുഖം ജീവിക്കുകയും പിന്നെ ദേശാടനത്തിനിറങ്ങുകയും ഉണ്ടായി. ആ കുശവകുമാരിയുടെ പുത്രനാണ് ശാലീവാഹകൻ. അവൻ രാജചിഹ്നങ്ങളോടെയാണ് ഭൂജാതനായത്. ചെറുപ്പം മുതലേ അവൻ വീരപരാക്രമിയായിരുന്നു. ആയുധവിദ്യയിൽ അതിപ്രവീണനായ ശാലീവാഹനൻ ക്രമേണ മൈസൂർ രാജാവിൻ്റെ പ്രഥമ മന്ത്രിയായി തീർന്നു. മൈസൂർ രാജാവ് വിക്രമാദിത്യ ചക്രവർത്തിക്ക് കപ്പം കൊടുത്തു വന്നിരുന്നു. ശാലീവാഹകന് വിക്രമാദിത്യനോട് നീരസം തോന്നുകയും കപ്പം കൊടുക്കുന്ന പതിവ് നിർത്തിവെക്കുകയും ചെയ്തു. തൻ്റെ ചക്രവർത്തി പദവിയെ വെല്ലുവിളിച്ച മൈസൂർ രാജാവിനെയും മന്ത്രിയെയും ഒരു പാഠം പഠിപ്പിക്കണമെന്നുദ്ദേശിച്ച് വിക്രമാദിത്യൻ സേനയുമൊത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു. ശാലീവാഹനന്റെ നേതൃത്വത്തിൽ മൈസൂർ സൈന്യവും വിക്രമാദിത്യന്റെ കീഴിൽ ഉജ്ജയിനി സേനയും തമ്മിൽ ഏറ്റുമുട്ടി. ഭയങ്കരമായ ഒരു യുദ്ധം നടന്നു. വിക്രമാദിത്യന്റെ പക്ഷത്ത് ഒട്ടേറെ പേർ മരിച്ചു. അപ്പോഴാണ് വിക്രമാദിത്യൻ സ്വന്തം ആയുസ്സിനെപ്പറ്റി ഓർത്തത്. ദേവേന്ദ്രൻ ദാനം ചെയ്ത 2000 കൊല്ലങ്ങൾ തലേന്നാൾ അവസാനിച്ചിരിക്കുന്നു. തൻ്റെ മൃത്യു ആസന്നമായെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. ഈ യുദ്ധത്തിൽ പരാജയം സുനിശ്ചിതമാണെന്ന് കണ്ടറിഞ്ഞപ്പോൾ ശത്രുവിൻ്റെ ആയുധമേറ്റ് മരിക്കുന്നതിനേക്കാൾ സ്വയം മരിക്കുന്നതാണ് നല്ലതെന്ന് കരുതി അദ്ദേഹം വേതാളത്തിലേറി ഉജ്ജയിനിയിലെ ഭദ്രാലയത്തിലെത്തി. ദേവിയുടെ മുമ്പിൽ കൂപ്പുകൈകളോടെ പ്രാർത്ഥിച്ചു നിൽക്കെ വീരനായ ശാലീവാഹകൻ തൊടുത്തുവിട്ട ചക്രം തിരിഞ്ഞു ചെന്ന് അദ്ദേഹത്തിൻ്റെ ശിരസ്സറുത്തു. സഹോദരൻ മരിച്ചത് കണ്ട ഭട്ടിയും വൈകാതെ പ്രാണത്യാഗം ചെയ്തു കളഞ്ഞു. ഉപസംഹാരമായി സാലഭഞ്ജിക പറഞ്ഞു, ഹേ ഭോജരാജാവേ, അങ്ങനെയാണ് വിക്രമാദിത്യൻ മരണമടഞ്ഞത്. ഈ സിംഹാസനത്തിൽ കാവൽ നിൽക്കുന്ന ഞങ്ങൾ അപ്സരസുകളാണ്. വിക്രമാദിത്യൻ്റെ ഉപദേശപ്രകാരം 500 കൊല്ലങ്ങൾക്ക് ശേഷം നിങ്ങളോട് ഈ കഥകൾ പറയാനാണ് ഞങ്ങൾ ഇതിൽ തന്നെ നിലകൊണ്ടത്. ദേവസ്ത്രീകളായ ഞങ്ങൾ ഒരിക്കൽ സ്ത്രീ പാർവതിയെ കണ്ട് പരിഹസിച്ച് ചിരിക്കുകയുണ്ടായി. ഞങ്ങൾ പ്രതിമകളായി പോകട്ടെ എന്ന് ദേവി ശപിച്ചു. ഇന്നത്തോടെ ആ ശാപം തീരുന്നു. ഞങ്ങളുടെ കടമകളെല്ലാം നിറവേറി. ഇനി ദേവലോകത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ അനുവാദം തന്നാലും അങ്ങ് ഈ സിംഹാസനത്തിൽ ആരോഹണം ചെയ്ത് സർവോത്കർഷേണെ വർത്തിക്കുക. അങ്ങേക്ക് നന്മ വരട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് 32 സാലഭാഞ്ജികകളും സ്വന്തം കവിൾത്തടങ്ങളിലെ കണ്ണീര് തുടച്ച് ദുഃഖാകുലരായി ദേവലോകത്തേക്ക് പറന്നുപോയി. ഭോജരാജാവ് അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ ആഡംബരപൂർവ്വം സിംഹാസനാരോഹണം ചെയ്തു. കൂട്ടുകാരെ, വിക്രമാദിത്യ കഥകൾ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത കഥകളുമായി അടുത്ത ദിവസം വരുന്നതുവരെ ബായ്.